തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ചിത്ര പി അരുണിമയെ സസ്പെൻഡ് ചെയ്തത് IAS, KAS ഉദ്യോഗസ്ഥരുടെ കടുത്ത സമ്മർദ്ദം മറികടന്ന്. ഉദ്യോഗസ്ഥർക്കെതിരെ പെട്ടെന്ന് നടപടി വേണ്ടെന്നായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ നിലപാട്. കടുത്ത അച്ചടക്ക ലംഘനത്തിന് മാതൃകാപരമായ നടപടി വേണമെന്ന നിലപാടിൽ തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജി ഉറച്ചു നിൽക്കുകയായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R. സുഗതന്റെ അവധി അപേക്ഷയ്ക്ക് അനുകൂലമായ രീതിയിൽ കുറിപ്പ് നൽകിയ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്ര പി അരുണിമയുടെ സസ്പെൻഷൻ ഒഴിവാക്കാൻ IAS ഉദ്യോഗസ്ഥരടക്കം ശക്തമായ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് വിവരം. സസ്പെൻഷൻ പോലുള്ള കടുത്ത നടപടിയിലേക്ക് പോകാതെ താക്കീത് നൽകാമെന്ന അഭിപ്രായവും ഉന്നത ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ മന്ത്രിയുടെ നിർദ്ദേശം മറികടന്ന് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ നടപടിയുള്ള നിലപാടാണ് തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജി സ്വീകരിച്ചത്. ഇല്ലെങ്കിൽ അത് ഉദ്യോഗസ്ഥർക്ക് നൽകുക തെറ്റായ സന്ദേശമാകുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി നിലപാടിൽ ഉറച്ചിരുന്നതോടെ പൊതുഭരണ വകുപ്പ് സെക്രട്ടറി സസ്പെൻഷൻ ഉത്തരവ് ഇറക്കുകയായിരുന്നു. നടപടി തന്നിഷ്ടം കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കുള്ള സന്ദേശമാണെന്ന് മന്ത്രി K. മുരളീധരൻ പ്രതികരിച്ചു. പുതിയ സിസ്റ്റത്തിനോട് സഹകരിക്കാൻ അല്പം വൈമനസ്യമുള്ളവരുണ്ടെങ്കിൽ നടപടി ഉണ്ടാവും. സർക്കാരുമായി ആലോചിക്കാതെ തന്നിഷ്ടപ്രകാരം ചെയ്താൽ എന്താണ് അനുഭവം എന്നുള്ളത് ഈ സംഭവത്തോടുകൂടെ സർക്കാർ വ്യക്തമാക്കി. തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഷാനവാസാണ് താക്കീത് മതിയെന്ന് ഉദ്യോഗസ്ഥ വൃന്ദം. കാരണം അവരുടെ കൂട്ടത്തിൽ ഒരാൾക്കെതിരെയാണല്ലോ നടപടി വരാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് അതത്ര അങ്ങോട്ട് ദഹിച്ചില്ല. എന്തെങ്കിലും ഒരു താക്കീത്, ഒരു ശാസന, ഇതൊക്കെ മതി. അതിനപ്പുറത്തേക്ക് ഒരു നടപടി വേണ്ട എന്നാണ് ആര് പറയുന്നത്? സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥ നേതൃത്വവും ഒക്കെ പറയുന്നത് അങ്ങനെ. ആരോടാ പറയണത്? അവിടെ നിങ്ങൾക്ക് തെറ്റിയില്ലേ? പറയുന്നത് ആരോടാ? പിണറായി വിജയനോടല്ല. പിണറായി വിജയനോട് പറഞ്ഞാൽ ചിലപ്പോൾ പിണറായി വിജയൻ ഓക്കെ ശരി ആയിക്കോട്ടെ ശരി എന്ന് പറഞ്ഞിരിക്കും. പക്ഷേ ഇത് പറയുന്നത് KM ഷാജിയോടാ. ഷാജിയെ ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പറയുന്നു, ഇപ്പോൾ കസേരയിലൊക്കെ കയറി തുടക്കമൊക്കെ വന്നിട്ടൊരു 2 മാസം കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇനി അങ്ങോട്ട് വളരെ കൃത്യമായിരിക്കും കാര്യങ്ങൾ. ഷാജിയെ ഇപ്പോഴും നിങ്ങൾക്കറിയില്ല. അല്ലെങ്കിലും അതിപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകും. കാരണം 10 വർഷം പിണറായി വിജയൻ്റെ കുഴലൂത്തുകാരായിട്ട് ഇങ്ങനെ ഒരു പണിയും ഇല്ലാണ്ട് വെറുതെ നടന്ന് ചതുന്നിരുന്ന്, വെറുതെ സെക്രട്ടേറിയറ്റിൽ രാവിലെ വരിക, പഞ്ച് ചെയ്യുക, തോന്നുമ്പോൾ പോവുക, തോന്നുമ്പോൾ വരിക, ഇറങ്ങിപ്പോകുക, കളിക്കുക, ചിരിക്കുക, ചായ കുടിക്കാൻ പോകുക. ക്യാൻറ്റീനിൽ സെക്രട്ടേറിയറ്റിലെ ക്യാൻറ്റീനിൽ തിരക്കൊഴിഞ്ഞ സമയം ഉണ്ടായില്ല. ആര്? സന്ദർശകരല്ല, ഉദ്യോഗസ്ഥർ 24 മണിക്കൂറും ക്യാൻറ്റീനിലായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പം എന്താക്കണത്? ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ ആളുകളല്ലേ, ഇപ്പം ചായ കുടിക്കാൻ പോകാൻ സമയം കിട്ടണില്ല. ചായ കുടിക്കാൻ സമയമുണ്ട്, പക്ഷെ ചായ കുടിക്കാൻ പോകാൻ പറ്റുന്നില്ല. ആളുകൾ. അപ്പം അതിൻ്റെ ഇടയിൽ പിണറായിൻ്റെ കുറച്ച് ആൾക്കാരുണ്ടാകുമല്ലോ. ഇപ്പോൾ എത്രയൊക്കെ ഭരണം മാറിയാലും ചില ആളുകൾ ഉണ്ടാകുമല്ലോ. വിജയൻ തന്നെ വരണം, വിജയൻ തമ്പുരാൻ വരണം, വിജയൻ രാജാവ് വരണം, വിജയൻ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് പാട്ട് എഴുതിയ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്. എന്നാൽ പിന്നെ ഇവർക്കിട്ടൊരു പണി കൊടുക്കാം. അങ്ങനെയാണ് ഇപ്പം ചിത്ര എന്താക്കിയത്? കൈയോടെ പിടിച്ച്. അപ്പോൾ പിടിച്ചപ്പോൾ ബാക്കിയുള്ളവർ അങ്ങനൊന്നും ചെയ്യണ്ടപ്പാ, നമ്മൾ നാളെയും കാണണ്ടേ, ഇങ്ങനെയൊക്കെ പറയാമോ, നമ്മൾ നാളെയും കാണണ്ടേ. നാളെ കാണുക വേണം, പക്ഷേ ഇങ്ങനെയല്ല, ഇതിനപ്പുറം സസ്പെൻഷൻ അടിച്ച് കയ്യിൽ കൊടുത്തു. ഷാജിൻ്റെ ഒരൊറ്റ നിയമം, ഒരൊറ്റ തീരുമാനം. ഷാജി ഇത് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. അദ്ദേഹം പറഞ്ഞത് തനിക്ക് വലിയ വിഷമമുണ്ടാക്കി. കാരണം ഒരു തീരുമാനം പറഞ്ഞ് ആ തീരുമാനത്തിന് വേണ്ടി ആ കടലാസ് വിട്ടിട്ട് താൻ അറിയാതെ താൻ പറഞ്ഞ തീരുമാനത്തിന് നേരെ ഓപ്പോസിറ്റ് തീരുമാനം അവിടുന്ന് എടുത്ത് ഒപ്പിട്ട് അങ്ങോട്ട് കടലാസ് വിട്ട് സീലും കുത്തിയിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളതാണ് ഷാജിയുടെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് സസ്പെൻഷൻ അടിച്ച് കയ്യിൽ കൊടുത്തത്. സഖാക്കളെ, ഷാജി നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല, നിങ്ങൾക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ തലതൊട്ടപ്പൻ പിണറായി വിജയനുണ്ടല്ലോ, പിണറായി വിജയൻ. ഷാജി അങ്ങനെ പറയാറ്. നമ്മൾ പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ ഷാജി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും അറിയില്ല. പിണറായി വിജയൻ. ആ പിണറായി വിജയനോട് ചോദിച്ചാൽ മതി ഷാജി ആരാണ്, ഷാജി എങ്ങനെയുള്ളവരാണ്, ഷാജി എന്താണ്, ഷാജീൻ്റെ സ്വഭാവം എന്താണ്, അല്ലേ? ആ മനുഷ്യനെ കൊടുക്കാൻ വേണ്ടി പല കളികൾ കളിച്ചിട്ടുണ്ട്. പലരെ കൊണ്ടും കളിപ്പിച്ചു. എങ്ങനെ? നേർക്ക് നേരെ നിന്ന് മുട്ടി ഷാജിനെ വീഴ്ത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ മറ്റു പലരെയും ഇറക്കി, കൂലിപ്പട്ടാളത്തെ ഇറക്കിയിട്ട് കളിച്ചു നോക്കി പിണറായി വിജയൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടാവില്ല.
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഇറക്കി ഷാജിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത് കൊണ്ടുപോയ പണം, ആ പണം 10, 15, 20 വർഷമൊന്നും കഴിഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഷാജി ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ പണം അത് ഇങ്ങോട്ട് എത്തും. അയിമ തൊട്ട് കളി വേണ്ട, ഇങ്ങോട്ട് തട്ട് വാങ്ങി പോക്കറ്റിലിട്ടാനാ ചങ്ങായി. മനസ്സിലായില്ലേ? അത് അയാള് ഈ പറയുന്ന നിയമ പോരാട്ടം നടത്തിയിട്ടാ, അല്ലാണ്ട് ആരെയും കുത്തിന് പിടിച്ച് വാങ്ങിയതല്ല. അയാൾ കോടതിയിൽ പോയി തൻ്റെ ഭാഗം പറഞ്ഞ് തൻ്റെ വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുപോയ പണം തിരികെ വാങ്ങിയവരാണ് ഷാജി. അപ്പോൾ ആ ഷാജിയെ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ല. മന്ത്രി കസേരയിലെത്തിയ ഷാജി ഒരു പൊടിക്കൊന്ന് അടങ്ങിയിട്ടുണ്ട്. അത് ശരിയാ, സ്വാഭാവികമായിട്ടും താൻ ഇരിക്കുന്ന കസേരയോടുള്ള ഒരു ബഹുമാനം കൂടിയാ. ആ കസേര ഒരു മാന്യതമായ, അല്ലെങ്കിൽ അവിടെ ആ കസേരക്കൊരു മര്യാദയുണ്ട്, അതിനൊരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്. അതിനനുസരിച്ച് കൊണ്ട് അദ്ദേഹം ഒന്നുകൂടെ അടങ്ങിയിട്ടുണ്ട് എന്ന് കരുതിയിട്ട് അയാളെ തലയിൽ കയറി നിരങ്ങണ്ട. അത് ചില്ലറ മുതലല്ലത്. നിങ്ങൾ ഈ പറയുന്ന മന്ത്രിസഭയിൽ കാണുന്ന ബാക്കിയുള്ളവരുടെ കൂട്ടത്തിൽ ആരും മോശക്കാരൊന്നല്ല കേട്ടോ, ആരും മോശക്കാരല്ല. പക്ഷേ ഷാജിനെ നിങ്ങൾ വില കുറച്ച് കാണണ്ട. ഷാജിയുടെ പണി നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്താണ്. അത് ഇനി വരും ദിവസങ്ങളിൽ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും ഷാജിയുടെ പണി എന്താണെന്ന്. മനസ്സിലായില്ലേ? ഷാജി കൃത്യമായിട്ട് അതിൽ നടപടി ഉണ്ടാക്കി 2 ദിവസം കൊണ്ട്, 2 ദിവസം കൊണ്ട്. മനസ്സിലായില്ലേ? ഷാജി ഇപ്പോഴും നിങ്ങൾ ചോദിക്കുന്നില്ലേ, ഷാജി അന്ന് അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞു, ഷാജി അന്ന് തോട്ടിലെറിയുമെന്ന് പറഞ്ഞു. ഷാജി എറിയുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറിയും. ഷാജി ഇന്ന് അതിനൊരു അഭിപ്രായം പറയാത്തതിൻ്റെ കാരണം അത് ഷാജി അല്ല പറയേണ്ടത് എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഷാജി ഇന്ന് വെറും ഒരു MLA അല്ല, ഷാജി ഇന്ന് ക്യാബിനറ്റിലെ അംഗമാണ്. അതുകൊണ്ടാണ് ഷാജിക്ക് അങ്ങനെ ഒരു ഇതിനൊക്കെ ഒരു ഹയറാർക്കി ഉണ്ടല്ലോ, ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ. അതിനപ്പുറത്തേക്ക് അതിനെ മറികടന്നുകൊണ്ട് ഷാജി ചെയ്യൂല. ഷാജി നല്ല പക്വതയുള്ള, നല്ല ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരനാണ്. ഞാൻ വീണ്ടും പറയുന്നു, പക്വതയുള്ള, ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരനാണ്. അയാൾ മറ്റെന്തോ ആണോ എന്നുള്ളതിൽ വേറെ നമുക്ക് ചർച്ച വേറെ. പക്ഷേ ഷാജി ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരനാണ്. ആ കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല കേട്ടോ. അപ്പോൾ അയാളുടെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ സെൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് എല്ലാത്തിലും മികച്ചു നിൽക്കുകയും ചെയ്യും. ഷാജി പറയുന്ന കാര്യങ്ങളും അയാളുടെ പ്രവർത്തികളും എപ്പോഴും അയാളൊരു വെറും വാക്ക് പറയാറില്ല. കൃത്യമായിട്ട് അത് അയാളെ കൊണ്ട് പറ്റും എന്നുള്ളിടത്തെ അയാൾ വർത്തമാനം പറയാറുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എന്താണെങ്കിലും IASകാർക്കും ഈ പറയുന്ന സ്റ്റേറ്റ് സർവീസുകാർക്കൊക്കെ ഒരു മുറുമുറുപ്പ് ഉണ്ടാകും. എന്താണെങ്കിലും കുഴപ്പമില്ല, ഇനി ശരിയായിക്കോളും. ഇപ്പോഴുള്ള മുറുമുറുപ്പ് ഇനി ശരിയായിക്കോളും. കാരണം എന്താ, ഇപ്പോൾ ഒരുത്തൻ്റെ കയ്യിൽ കിട്ടിയല്ലോ, സസ്പെൻഷൻ അടിച്ച് കയ്യിൽ കിട്ടിയല്ലോ. അപ്പോൾ ഇനി അത് ശരിയായിക്കോളും. മനസ്സിലായില്ലേ? അപ്പം ചുരുക്കത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഷാജി അവിടെ ഇരിക്കുമ്പോൾ, തല അവിടെ ഇരിക്കുമ്പോൾ വാലാടണ്ട. വാല് ആടണമെങ്കിൽ ഷാജി പറയും. തൽക്കാലം ഇപ്പം അത്ര മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായില്ലേ? അതിനിപ്പോൾ ഏത് വിഷയത്തിലാണെങ്കിലും കേട്ടോ, നമ്മൾ ഈ പറയുന്ന ഒരു സസ്പെൻഷൻ്റെ കാര്യം എന്നല്ല, ഷാജിയുടെ നിലപാടുകളും ഷാജിയുടെ തീരുമാനങ്ങളും എന്നൊക്കെ പറയുന്നത്, ഷാജിയുടെ ഓരോ വാക്കുകളും അത്ര കൃത്യമായ വാക്കുകളാണ്. പിന്നെ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് അതൊരു എന്താ പറയേണ്ടത്, ഇപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഷാജിയുടെ മാത്രമല്ല. അപ്പം അവിടെ അയാളുടേതായ ഒരു സമയം അയാൾക്ക് വേണ്ടി വരുമെന്നുള്ളത് ഷാജി കഴിഞ്ഞ ദിവസം അത് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. PM ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തൻ്റെ അഭിപ്രായം താൻ പറയും. പക്ഷേ അതിന് മുമ്പ് അവിടെ എന്തുണ്ട്, ഒരു ഉപസമിതിയുണ്ട്, അവരുടെ റിപ്പോർട്ട് വരണം, ഗവൺമെൻറ്റിൻ്റെ തീരുമാനം വരണം. അത് വരുമ്പോൾ താൻ തൻ്റെ അഭിപ്രായം പറയും എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് അയാൾ മുമ്പ് പറഞ്ഞതിൽ നിന്ന് അയാൾക്ക് ഇനിയൊന്നും മാറി പറയാനുണ്ടാവില്ല എന്നുള്ളതാണ്. അത് ഷാജിയുടെ ഒരു പ്രത്യേകതയാണ്. അയാളത് ഒരു കാര്യം അയാൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാൾ ചെയ്തിരിക്കും. പിന്നെ അവിടെ ഞാൻ എൻ്റെ നിലപാട് മാറ്റി ഞാൻ എൻ്റെ നിലപാട് മാറ്റി എന്ന് ശിവൻകുട്ടി കുരച്ചതുപോലെ കുരക്കാൻ അയാളെ കിട്ടൂല. മനസ്സിലായില്ലേ? അപ്പോൾ ഉദ്യോഗസ്ഥർക്കിടയിൽ, ഇപ്പോൾ മുരളീധരൻ പറഞ്ഞവർക്ക് ഉദ്യോഗസ്ഥർക്കിടയിൽ എന്തെങ്കിലും ഒരു ഹാങ് ഓവറിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ, മര്യാദക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ മര്യാദക്ക് പോകാം. ഇനി അതല്ല, ഞാൻ സസ്പെൻഷൻ വാങ്ങിയേ അടങ്ങൂ എന്നാണെങ്കിൽ അതും
അങ്ങനെയും പോകാം. ഏത് വേണമെന്നുള്ളത് ഉദ്യോഗസ്ഥർക്ക് തീരുമാനിക്കാം. എസ്പെഷ്യലി ഇപ്പോൾ ഞാനിപ്പോൾ മന്ത്രിസഭയിലുള്ള ഒരാളെയും കുറച്ച് കാണുന്നില്ല കേട്ടോ. പക്ഷേ ചില ആളുകൾ വളരെ ഡേഞ്ചറാണ്. നിങ്ങൾ പറയുന്ന പോലെ ബാക്കിയുള്ളവരൊക്കെ ചിലപ്പോൾ ഒരു 1-2 വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറായേക്കാം. പക്ഷേ എല്ലാവരും അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് മാത്രം വാശി പിടിക്കരുത്. അതുകൊണ്ട് എസ്പെഷ്യലി ഷാജിയുടെ കാര്യത്തിലൊക്കെ ഒരു എക്സ്ട്രാ കെയർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി, ഇനി പിണറായി വിജയൻ്റെ ഈ പറയുന്ന കുഴലൂത്തുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി ഉണ്ടാവുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്.